പഠിച്ചാലും മറന്നു പോകുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കാര്യം ആലോചിച്ച സങ്കടമാണ് അല്ലേ. അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ചെറിയൊരു പാട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ ബുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കാം, ഞാൻ ഇപ്പോൾ എന്താണ് പഠിച്ചത്. എന്നിട്ട് അത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഭാഗം പഠിച്ചിട്ട് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഈ പഠിച്ചത് പെട്ടെന്ന് മറക്കുന്ന സ്റ്റുഡൻസ് ചെയ്യണമെന്നാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ക്വിക്ക് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം 1-2 വട്ടം എന്ത് ചെയ്യുക, റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ ഒരിക്കലും കോൺസെപ്റ്റ്സ് ഒന്നും കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, ഒരു ഇമാജിൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് വെച്ച് കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഓർമ്മിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യത വളരെ കുറവാണ്. പ്രാക്ടീസ്, ഒരു നോട്ട് എടുക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് എഴുതുക, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുക. ആ രീതിയിൽ വേണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുന്ന സ്റ്റുഡൻസ് അവർ പഠിക്കുമ്പോൾ തന്നെ മൈൻഡ് മാപ്പ്, ഫ്ലോ ചാർട്ട്, കൂടുതൽ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഈ രീതിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് മൈൻഡിൽ നിൽക്കും.